ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അതായത് വൃത്തങ്ങളും കോണുകളും പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വെറും 1 മിനിറ്റ് കൊണ്ട് 4 മാർക്ക് എങ്ങനെ കിട്ടുക നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയല്ലോ മക്കളെ. നമ്മളോട് പറഞ്ഞ് ഇൻ ദ ഫിഗർ ഓ ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ഓ എന്താണ്? വൃത്തത്തിൽ കേന്ദ്രമാണ് തന്നിട്ടുണ്ട്. ആംഗിൾ ഒ സി ബി സിക്കൽ ടു 40 ഡിഗ്രി, കോൺ ഒ സി ബി 40 ഡിഗ്രി ആണെന്ന്. ഇനി എന്താ നമ്മളോട് ആദ്യം ചോദിച്ച മക്കളെ? ആംഗിൾ സി ബി ഒ. ഈ സി ബി ഒ പറഞ്ഞ് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അത് എത്രയാക്കണം മക്കളെ? നമുക്കറിയാം ഒ സിയും ഒ ബിയും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, വൃത്തത്തിന്റെ ആരാണ്. അങ്ങനെ ഇത് എന്ത് ട്രയാംഗിൾ ആക്കണം മക്കളെ? 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഐസോസിലസ് ട്രയാംഗിൾ ആവൂലേ, സമപാർശ്വ ത്രികോണം ആവൂലേ. അങ്ങനെ ഇത് 40 ആണെങ്കിൽ ഇത് എത്ര വരും മക്കളെ? ഇതും 40 ഡിഗ്രി വരും. ഫസ്റ്റ് ചോദിച്ചതിന്റെ ആൻസർ എത്ര കിട്ടും നമുക്ക്? 40 ഡിഗ്രി. അങ്ങനെ അടുത്ത എന്താ ചോദിച്ചത്? ബി ഒ സി അല്ലേ. ബി ഒ സി എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? മൊത്തം 150 ആണ്. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 ഇത് 40 അറിയില്ലേ, 80 കുറച്ച് നമുക്ക് എത്ര കിട്ടും മക്കളെ? 100 ഡിഗ്രി കിട്ടും. അതായത് കേന്ദ്ര കോണ് സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി നമുക്ക്? ബി ഒ സി 100 ഡിഗ്രി. അങ്ങനെ മക്കളെ ബി എ സി പറഞ്ഞ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ്. അങ്ങനെ ഇത് 100 ആണെങ്കിൽ അതിന്റെ പകുതി എത്ര വരുടാ? 50 ഡിഗ്രി വരും. അപ്പൊ ആംഗിൾ ബി എ സി 50 ഡിഗ്രി ഉണ്ട്. ലാസ്റ്റ് ചോദിച്ച ആംഗിൾ ബി ഡി സി. ആംഗിൾ ബി ഡി സി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ 180 50 കുറച്ച് എത്ര കിട്ടും മക്കളെ? നമുക്ക് 130 ഡിഗ്രി കിട്ടും. അതായത് ആംഗിൾ ബി ഡി സി എത്ര കിട്ടി? 130 ഡിഗ്രി കിട്ടി. സെറ്റ് അല്ലേ മക്കളെ?